സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം എന്ന പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ചലോ ബെത്ലഹേം. ചലോ ബെത്ലഹേമില് പുൽക്കൂടാണ് നമ്മുടെ കേന്ദ്രഭാവം. പുൽക്കൂടിൻ്റെ അകവും പുറവും എല്ലാം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് ചലോ ബെത്ലഹേം. നമ്മൾ പുൽക്കൂട്ടിലെ കച്ചിത്തുരുമ്പിനെ പോലും നമ്മൾ പഠിച്ചു. നമ്മുടെ ജീവിത ആയോധനത്തിൽ നമ്മൾ പറയും, നമ്മുടെ പ്രശ്നങ്ങളിലെ അവസാനത്തെ കച്ചിത്തുരുമ്പ് അതാണ് ബെത്ലഹേം. പ്രത്യാശ ഇരുട്ടിൻ്റെയും പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഒക്കെ നടുവിൽ ഒരു പ്രത്യാശയായിട്ട് ഒരു കച്ചിത്തുരുമ്പ്, അത് യേശുമിശിഹ. യേശുമിശിഹായോട്, ഉണ്ണിമിശിഹായോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും. അവരെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത. മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാവ് താൻ ഗർഭവതിയാകും, താനൊരു കുഞ്ഞിനെ പ്രസവിക്കും, ആ കുഞ്ഞിന് എമ്മാനുവേൽ, യേശു എന്ന് പേരിടണം. സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ആ അറിയിപ്പ് തുടങ്ങി മാതാവിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറ്റപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അത് വലിയൊരു യേശു രൂപീകരണത്തിൻ്റെ, മിശിഹ രൂപീകരണത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ്. അവിടെ നിന്ന് കന്യകാമറിയത്തിന് ഏലീശുവായുടെ അടുത്തേക്ക് പോകുന്ന തിടുക്കത്തിൽ, അങ്ങനെയാണ് തിടുക്കത്തിൽ പോകുന്ന മാതാവിനെയാണ് നമ്മൾ കാണുക. ഏലീശുവായിക്ക് ശുശ്രൂഷ ചെയ്ത് അവിടെ വളരെയധികം നാളുകൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യേശു രൂപീകരണം നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളത്. യേശു രൂപപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിഭാവം തന്നെ, മാതാവിൻ്റെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഭാവപ്പകർച്ച തന്നെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. അതൊരു ശുശ്രൂഷയിലൂടെയാണ്, അത് ഒരു കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ്, അത് സാമൂഹികവുമാണ്. പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശരീരഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അമ്മ, പരിശുദ്ധ കന്യകാമറിയം ഒരമ്മയായിത്തീരുന്നതാണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ കല്യാണ വിരുന്നില്ല. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അമ്മയുടെ രൂപമാണ് അവിടെ കാണുന്നത്. പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മാതാവിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരങ്ങളുമൊത്ത് വരുന്ന ഒരു അമ്മയാണ്. ആളുകൾ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും? അങ്ങനെ അമ്മത്വം, മാതൃത്വ മനസാക്ഷി
അതെല്ലാം യേശു മിശിഹ അങ്ങ് വാനോളവും ഉയർത്തുന്ന അവസരങ്ങളാണിത്. അല്ലാതെ രക്ഷകനായി എന്ന് വിചാരിച്ച് അമ്മയെ കരുതുന്നില്ല, അമ്മയെ നോക്കുന്നില്ല, അമ്മയെ മനസ്സിലാക്കുന്നില്ല എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. പിന്നീട് യേശു പ്രസംഗിച്ച ഒരിടത്ത് ഒരു കിഴവി തള്ള ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നിന്നെ വഹിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവിടെയും മാതാവ് തന്നെയാണ്, അമ്മ തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു മിശിഹായെ ഗർഭത്തിൽ വഹിച്ചു എന്നതുപോലെ തന്നെ, ഗർഭപാത്രത്തിൽ വഹിച്ചു എന്നതുപോലെ തന്നെ ഹൃദയപാത്രത്തിലും മാതാവ് യേശു മിശിഹായെ വളർത്തി പോറ്റി വെക്കുകയാണ്. ഗാഗുൽത്തായില് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ യേശുനാഥൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ. യോഹന്നാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അത് വലിയൊരു സംഭവമാണ്. ഈ ലോകത്ത് ആരും ഇല്ലാതാക്കപ്പെടാൻ പോകുന്ന അമ്മയ്ക്ക് ഒരു അത്താണിയെ കൊടുക്കുകയാണ്, യോഹന്നാനെ കൊടുക്കുകയാണ്. പകരം മാതാവിൻ്റെ മാതൃത്വവും സ്നേഹവും കരുണയും വാത്സല്യവും എല്ലാം യോഹന്നാനും പകരുകയാണ്. അതാണ് പരിശുദ്ധ കന്യകാമറിയം. പുൽക്കൂട്ടിൽ നിന്ന് നമ്മൾ പുണ്യം ഇറ്റിറ്റ് വീഴുന്ന ഈ പുൽക്കൂട്ടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതുവരെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ പോയെങ്കിൽ ഇനിയും പുൽക്കൂട്ടിൽ നിന്നും നമ്മൾ യാത്ര ചെയ്യുന്ന ഒരനുഭവം ആണ് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. യൗസേപ്പ് പിതാവിനെ ഒത്തിരി സ്നേഹിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമൊക്കെ ഏറ്റ് റോമിലേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക രൂപം ഔസേപ്പ് പിതാവിൻ്റെതുണ്ടായിരുന്നു. ഔസേപ്പ് പിതാവിന് ഈ ലോകത്തെ സഭയെ സമർപ്പിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക രൂപത്തിലുള്ള രൂപം, ഔസേപ്പ് പിതാവ് ഉറങ്ങുന്ന രൂപം, അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുറിയിൽ നിരന്തരമായിട്ട് സൂക്ഷിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, നമുക്ക് എന്തെങ്കിലും വിഷമസന്ധികളുണ്ടെങ്കിൽ നമുക്ക് ആ അപേക്ഷ മാർപ്പാപ്പ ചെയ്തിരുന്നു. ഒരു കുറിപ്പ് യൗസേപ്പ് പിതാവിൻ്റെ തലയിണയുടെ കീഴെ വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിബന്ധങ്ങളൊന്നും നമുക്ക് വിഘ്നങ്ങളായി മാറിയില്ല എന്ന് പറയുക. ഔസേപ്പ് പിതാവിനെ വളരെയധികം അപ്പനെ പോലെ സ്നേഹിക്കുന്ന സഭ തീർച്ചയായിട്ടും ഔസേപ്പ് പിതാവും മാതാവും പുൽക്കൂടിൻ്റെ പുണ്യമാണ്, മനുഷ്യവംശത്തിൻ്റെ പുണ്യമാണ്, സഭയുടെ പുണ്യമാണ്. നീതിയെ സ്നേഹിക്കുന്ന യൗസേപ്പ് പിതാവ്, നീതി എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഈ ആനുകാലിക കാലത്ത് നീതി വിശ്വാസമാണ്. അങ്ങനെ ഔസേപ്പ് പിതാവിലും മാതാവിലൂടെയും ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവരും, ഈ ലോകം മുഴുവൻ വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.